It's my pleasure to welcome Ms. Sujisha K, PTA Vice President, to speak a few words. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, ഇന്നത്തെ വിശിഷ്ട അതിഥികളായ നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരുപാട് മങ്കന്മാരും മങ്കകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർ സംസാരിച്ച് സമയം കളയാനുള്ളതല്ല ഈ വിശിഷ്ട ദിവസം എന്നെന്ന് എനിക്കറിയാം. എന്നാലും രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ. ഈ 1.5 മാസത്തോളമായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് വളരെ മനോഹരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ടീച്ചേഴ്സിനാണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. അവരുടെ ആ എഫേർട്ടിനെ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. ദൂരം കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നും അങ്കണവാടികൾ പോലും പറഞ്ഞയക്കാതെ വെള്ള പേപ്പർ പോലും മനസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മളിവിടെ കൊണ്ടു നിർത്തി അവരുടെ മനസ്സിൽ അക്ഷരങ്ങൾ കോറിയിട്ട് നമുക്ക് മിടുക്കന്മാരും മിടുക്കികളുമാക്കി തന്ന അധ്യാപകരുടെ ആ ഒരു അധ്വാനത്തെ നമ്മൾ കണ്ടില്ലെങ്കിൽ അത് തെറ്റാണ്. 3-4 ദിവസം മുന്നേ ഒരു ഗ്രാൻഡ് പാരൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതല്ലേ, അവരല്ലേ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്, ഇത് ശരിയല്ല. ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവ് നട്ട് അല്ലെങ്കിൽ ഒരു ചെടി നട്ട് ഒരു ഉദ്യാനപാലകൻ ഗാർഡനർ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ചെടി വളരില്ല. കീടങ്ങളും വാടി ഇലകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ചെടി നന്നായി വളരുള്ളൂ. അതുപോലെ നമ്മളെ കുഞ്ഞുങ്ങളെ അധ്യാപകർ പഠിപ്പിച്ചത് കൂടാതെ വീട്ടിൽ നിന്നും ഒരു എത്തിനോട്ടമെങ്കിലും നടത്തിയില്ലെങ്കിൽ ശരിക്കും അവിടെ ഒരു നല്ല റിസൾട്ട് വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ താരങ്ങൾ നമ്മളെ കുട്ടികളാണ്. ഏറ്റവും മനോഹരമായി ചിരിക്കാൻ കഴിയുന്ന, നിഷ്കളങ്കരായി ചിരിക്കാൻ കഴിയുന്ന നമ്മളെ കുഞ്ഞുമക്കളാണ്. ഇനിയും 20ഓളം പ്രോഗ്രാംസ് നമുക്കിനി കാണാനുണ്ട്. വളരെ ചെറിയ പ്രോഗ്രാംസേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് വൈകിയ വേളയാണെന്നറിയാമെങ്കിലും 5ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്കൊരു വാക്ക് കേൾക്കാം വീട്ടിൽ നിന്നും, അമ്മയ്ക്കൊന്നും അറിയില്ല, അച്ഛനൊന്നും അറിയില്ല, നമ്മളറിയാത്തവരല്ല. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. നമ്മളൊക്കെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ 90കളിലെ 80കളിലെ 20കളിലെ ഒക്കെ താരങ്ങളായിരുന്നു. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒന്നേ പറ്റുള്ളൂ, അവരുടെ കൂടെ പോവാ, അല്ലേ? കുട്ടിയെ ആയിരിക്കുക എന്നതൊരു കുട്ടിക്കളിയല്ല. അതുപോലെ പാരൻറ്റിങ് ഈസ് നോട്ട് എ ഈസി ജോബ് ടു. അപ്പം നമുക്ക് അവരുടെ കൂടെ ഇങ്ങനെ പോവാം. കുട്ടിയാവാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? കുട്ടികൾ പഠിക്കുമ്പോൾ കൂടെ പഠിക്കാം, കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ കൂടെ പഠിക്കാൻ, ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. കുട്ടികൾ പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടെ പഠിക്കാൻ, ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. കുട്ടികൾ എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ, ഞാൻ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളോട് കൂടെ കുട്ടികളാവുക എന്നതാണ് ഞാൻ കണ്ട ഒരു ഈസി ടെക്നിക്ക്. പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ 2ാം ക്ലാസ്സുകൾ, പ്രീ KG മുതൽ 2nd സ്റ്റാൻഡേർഡ് വരെ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടമായിട്ട് തോന്നി 0 മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. 0 ക്ലാസ് മുതൽ 2ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കലാപരിപാടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2ാം ക്ലാസ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ യൂണിഫോമിൻ്റെ വര മാറുന്നു, അവർ സ്വതന്ത്രരാകുന്നു. സ്പെഷ്യൽ യൂണിഫോമിൽ നിന്നും അവർ നോർമൽ യൂണിഫോമിലേക്ക് വരുന്നു. 3 to 12 കാറ്റഗറിയിലേക്ക് അവർ വരുന്നു. കൂടാതെ പെന്നൊഴിവാക്കുന്നു, പെൻസിൽ ഉപയോഗിക്കുന്നു. അതായത് എൻ്റെ മോൻ ചോദിച്ചതാണ്, എന്തെങ്കിലും ഡിറ്റേഷൻ എടുക്കും, അമ്മയെ പെൻസിലും റബ്ബറും തരും. അവർ ആത്മവിശ്വാസമാണ്, പെൻസിലും റബ്ബറും മായ്ച്ചിട്ട് എഴുതാൻ പറ്റുമല്ലോ. ആ ഒരു അവസരം കഴിഞ്ഞു. ഇനി മായ്ക്കാതെ എഴുതേണ്ട ഒരു അവസരമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഷമ്മി തിലകം പറഞ്ഞ മാതിരി പുറമേ നിന്ന് നോക്കുന്നവർക്ക് എത്ര മനോഹരമായ ജോബാണെന്നറിയോ. പക്ഷെ ഞാൻ പറയുന്നു, ഇത് വളരെ മോശപ്പെട്ട പണിയാണ്. എന്ത് പാരൻറ്റിങ് അല്ല, നമ്മളത് എൻജോയ് ചെയ്യുക. എത്ര മോശപ്പെട്ടതാണെങ്കിലും നമ്മളത് ആസ്വദിച്ച് ചെയ്യുന്ന, കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മൾ പാരൻസിനോട് ആരും കുട്ടികളുടെ ബാല്യം ഒറ്റപ്പെടുത്തരുത്. അതിനൊരു വിക്റ്റിമാണ് ഞാൻ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ഒരു പ്രായം എല്ലാത്തിൻ്റെയും മൈൽ സ്റ്റോൺസ് ആണ്. ഒരു ബേസിക് കാര്യങ്ങളാണത്. ആ സമയം അവർക്ക് നഷ്ടപ്പെടുത്തരുത്. എൻ്റെ എല്ലാം പാരൻസ് എന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എന്നെ അപ്പൻ്റെ വീട്ടിലാക്കി പോയിട്ട് തിരിച്ചു വരുന്നത് 8th സ്റ്റാൻഡേർഡിലാണ് അവർ എൻ്റെ കൂടെ നിൽക്കുന്നത്. ആ ഒരു പ്രായത്തിലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ കുറച്ച് നെല്ലിക്ക അടച്ചു വെച്ചിട്ട് ഞാൻ കാത്തിരിക്കും എൻ്റെ അനിയത്തി വരുന്നവരെ. ആ ഒരു പ്രായം, ഈ ഇത്രയും വയസ്സിൽ, ഈ 40കളിൽ ഞാനത് ഓർക്കുന്നു. 6-7 വയസ്സുകളിൽ ആ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം നമ്മളെ ഹട്ട് ചെയ്യും. അപ്പോൾ 2 പാരൻസിനും കുട്ടികൾക്ക് നമ്മളെ ആ രക്ഷിതാക്കളിൽ നിന്നുള്ള കെയർ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു പാരൻ്റ് നിർബന്ധമായും നമ്മളെ കുട്ടികളുടെ കൂടെ വേണം. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ആളുകളെ കാണുമ്പോൾ 1-2 ടിപ്സും കൂടി പറഞ്ഞിട്ട് പോകുന്നു. ആസ് എ ഹെൽത്ത് വർക്ക് എന്നുള്ള രീതിയിൽ മധുരം എന്ന സംഭവം ഒഴിവാക്കും. നമ്മളെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മധുരമുള്ളതാവാൻ, അവരുടെ 40കളും 50കളും 60കളും നമ്മുടെ 40കളും 50കളും 60കളും ഒക്കെ മധുരമുള്ളതാവാൻ മധുരം ഒഴിവാക്കൂ. എവിടെ നിന്നെങ്കിലും ബേസിക് ലൈഫ്
കെയർ സപ്പോർട്ട് ട്രെയിനിങ് കിട്ടുവാണെങ്കിൽ അത് ഒഴിവാക്കാതിരിക്കൂ. കാരണം നമുക്ക് തെരുവോരങ്ങളിലോ എവിടെയെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ പിന്നെ CPR കൊടുക്കേണ്ട ഒരു അവസരം വരികയോ റെസിറ്റേഷൻ ചെയ്യേണ്ട ഒരു അവസരം വരികയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രെയിനിങ്ങുകളൊന്നും മിസ്സാവാതെ എവിടെ നിന്ന് കിട്ടിയാലും ആ ട്രെയിനിങ്ങുകൾ ഉപയോഗപ്പെടുത്തുക. കൂടാതെ നമ്മളുടെ കുഞ്ഞു മക്കൾക്ക് ഇനി വരാൻ പോകുന്ന 20ഓളം പ്രോഗ്രാംസ് നന്നായി ചെയ്യാനും ഇനി വരുന്ന ജീവിതത്തിൽ നല്ല നക്ഷത്രങ്ങളായി തിളങ്ങാനും. എൻ്റെ മകൻ ചോദിച്ചു, നവംബർ 26 എൻ്റെ പിറന്നാളാണ് അമ്മേ, അപ്പോൾ നവംബർ 26 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മോനെ, നവംബർ 26 ആരെങ്കിലും പ്രധാനപ്പെട്ടതായിട്ട് ജനിച്ചതായിട്ട് അമ്മയ്ക്ക് അറിയില്ല, പക്ഷേ ആ ദിവസം പ്രാധാന്യമുള്ളതായി മാറ്റാൻ മോന് സാധിക്കും. അതേപോലെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ലോകത്തിന് നന്മ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മളെ കുട്ടികളെല്ലാം നല്ലവരായി വളരട്ടെ. മേരിഗിരിയും മേരിഗിരിയുടെ ടീച്ചേഴ്സും അതിൻ്റെ കൂടെ ഉണ്ടാവും. PTA എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ സ്വന്തം പേരിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. കൂടാതെ എല്ലാവർക്കും പുതുവത്സര ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.